ഒരമ്മയ്ക്ക് മകന്റെ ജീവന് വിലയിടാൻ പറ്റുമോ? അഥവാ അങ്ങനെ ഇട്ടാ ഒരു ജന്മം കൊണ്ട് നിങ്ങൾക്കത് വീട്ടിൽ തീർക്കാൻ പറ്റുമോ? ദേവി, ഇത് നിങ്ങൾ ഇവിടെ കിടന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ വന്നതല്ല, ഒരു സഹായം ചോദിച്ചു വന്നതാ. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. ആയിക്കോട്ടെ. ഇത് വെച്ചോ. എത്രയുണ്ടിത്? എണ്ണാനൊന്നും ഞാൻ നിന്നില്ല. നിങ്ങൾ വേഗം സ്ഥലം വിടാൻ നോക്ക്. ആ, സ്ഥലമൊക്കെ വിടാം. പക്ഷെ അതിനു മുമ്പ് ഞാനിതൊന്ന് എണ്ണി നോക്കട്ടെ. നിങ്ങൾ പണക്കാർക്ക് ഇതൊന്നും വലിയ പ്രശ്നമായിരിക്കില്ല, പക്ഷെ ഞങ്ങൾ പാവങ്ങൾക്ക് ഇത് വലിയ പ്രശ്നം തന്നെ. 3600? ഇതെനിക്കെന്തിനാ? 3600 രൂപ കൊടുത്ത ഈ കാലത്ത് എന്തെങ്കിലും മേടിക്കാൻ കിട്ടുമോ? കൊള്ളാവുന്ന ഒരു ഹോട്ടലിൽ കയറി 2 പേര് ഭക്ഷണം കഴിച്ചാൽ ഇന്ന് 5000 രൂപ കൊടുക്കണം. എന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. ഈ കളക്ടറുടെ ഇല്ലെങ്കിൽ മറ്റേ കളക്ടറുടെ വാങ്ങണം. ഇല്ലേ പൂജയുടെ അച്ഛനിവിടെ? ഇല്ല, പുറത്തു പോയതാ. ആ, എന്നാ പിന്നെ വരട്ടെ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. അയ്യോ, അതൊന്നും ശരിയാവില്ല. അതെ, ഞാൻ കുറച്ച് പണം കൂടി തരാം. പക്ഷെ എനിക്കൊരല്പ സാവകാശം തരണം. ദയവ് ചെയ്ത് നിങ്ങൾ ഇപ്പൊ പോണം. ശരി, ഞാൻ പോകാം. പക്ഷേ പോയിട്ട് എപ്പോ വരണം? ഇങ്ങോട്ട് വരണ്ട. പണവും കൊണ്ട് ഞാൻ അങ്ങോട്ട് വരാം. എന്ന്? അടുത്ത ആഴ്ച. ഡേറ്റ് പറഞ്ഞാ മതി.